നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വാഷ് ഏരിയയും ഒരു ബാത്റൂമും നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു ഏരിയ ഉണ്ടോ, നമുക്കത് ഒരു സ്റ്റോർ റൂം പോലെ നമ്മളവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യമേ തേക്കാൻ കേട്ടോ. ഇനി തട്ടടിച്ച് വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കയറി തേക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അത് ആദ്യമേ ഒരു 3 വശവും തേച്ച് പോകാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ ഷീറ്റ് നിരത്തി സ്പാനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എയർ ഹോളൊക്കെ വയ്ക്കാനിങ്ങനെ മുമ്പ് എയർ ഹോള് വെച്ച് കൊടുക്കണം കേട്ടോ. പൈപ്പാണെങ്കിൽ പൈപ്പ്, അതല്ല അവിടെ ഹോളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് താഴെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിലെ വലിയൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ ബെഡ്റൂം. ഇപ്പോൾ സ്റ്റെയർ കയറി മുകളിലേക്ക് തന്നെ വശമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ തേച്ച് നേരത്തെ കണ്ടത്. അതിന് താഴെ തട്ട് ഇട്ടിട്ടുള്ളൊരു ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 3 വോൾട്ടിൻ്റെ ലൈറ്റുകൾ LED ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ അവിടെ ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ അവർക്കറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം എവിടെയൊക്കെ നമുക്ക് ലൈറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ഒരു കാര്യം മറന്നു പോരുത്, പൈപ്പ് ഇടാനുള്ളതാണ്. പിന്നെ അവിടെ നമ്മുടെ ചെറിയൊരു കിച്ചണാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഹുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാനിൻ്റെ LED ലൈറ്റുകൾ ഇവിടെ 6 വോൾട്ടിൻ്റെ ലൈറ്റ് ഉണ്ട് പറഞ്ഞേക്കണേ. അതാണ് 6 എന്നിങ്ങനെ W പോലെ 6 വോൾട്ടിൻ്റെ എഴുതിയിട്ടേക്കണേ. അതുപോലെ ഫാനിൻ്റെ ഹുക്കുകൾ അങ്ങനെ വേണ്ട എല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അവരിത് ഫിനിഷ് ചെയ്ത് പോരുന്നുള്ളൂ.